നമസ്കാരം. മലയാളി ഏറ്റവും അധികം വെറുക്കുന്ന രണ്ട് വികാരങ്ങൾ ധാർഷ്ട്യവും കാപട്യവുമാണ്. മറ്റെല്ലാ വികാരങ്ങളോടും നമ്മൾ സന്ധി ചെയ്യും. എന്നാൽ ധാർഷ്ട്യക്കാരോട്, അഹങ്കാരികളോട് നമ്മൾ ക്ഷമിക്കില്ല. കാപട്യക്കാരോട്, നുണയന്മാരോട് നമ്മൾ ക്ഷമിക്കില്ല. ഇത് രണ്ടും സംയുക്തമായി ചേർന്ന നേതാക്കളുടെ വിളയാട്ടമാണ് CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ളത്. അവർ കാപട്യത്തിലൂടെ നമ്മളെ കഴിഞ്ഞ 10 വർഷം പറ്റിച്ചു. അധികാര ഹുങ്ക തലയ്ക്ക് പിടിച്ചപ്പോൾ ധാർഷ്ട്യത്തിൻ്റെ അങ്ങേയറ്റം വരെ അവർ ഉയർന്നു പൊങ്ങി. ഒടുവിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ജനം അവരെ കശക്കി എറിഞ്ഞു. അല്ലെങ്കിൽ പറയൂ, 2009 പിണറായി വിജയൻ എന്ന നേതാവ് പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ തൻ്റെ ഉറ്റ അടിമയായ കോടിയേരി ബാലകൃഷ്ണനെ കളത്തിലിറക്കിയാണ് മണ്ഡല പുനർവിഭജനം നടത്തിയത്. ഈ മണ്ഡല പുനർവിഭജനം വഴി ഏത് പ്രതികൂല സാഹചര്യത്തിലും LDFന് 60 സീറ്റ് ഉറപ്പാക്കി. പിന്നെ അവർക്ക് 11 സീറ്റ് കൂടി നേടിയാൽ ഭരണം ഉറപ്പാണ്. ആ അഹങ്കാരത്തിന് പുറത്തായിരുന്നു 3ാം തവണയും അധികാരത്തിലെത്തുമെന്ന് പിണറായി സ്വപ്നം കണ്ടത്. പക്ഷേ ജനഹിതം പിണറായിക്കെതിരായിരുന്നു. പിണറായിയുടെ മൂടിന് തീയിട്ടത്, അധികാര കസേരയിൽ നിന്നും ആ ആസനം ചെത്തി മാറ്റിയത് സകല ജനങ്ങളും ഒരുമിച്ചായിരുന്നു. ഈ പരാജയത്തിന് മതത്തിൻ്റെയോ മതനേതാക്കളുടെയോ രാഷ്ട്രീയ വിഭാഗീയതയുടെയോ ഒന്നും പഴികൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല. CPMൻ്റെ കോട്ടക്കൊത്തലങ്ങളിൽ വീണത് എങ്ങനെ എന്ന ചോദ്യം മാത്രം മതി എത്രമാത്രം ജനം പിണറായിയെയും പിണറായി നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയെയും വെറുത്തു എന്ന് തിരിച്ചറിയാൻ. കോട്ടയം ജില്ലയിൽ ഇടതുപക്ഷത്തിന് ഒരിക്കലും ഇളകാത്ത ഒരു കോട്ടയെ ഉണ്ടായിരുന്നുള്ളൂ, അത് വൈക്കമാണ്. ഏറ്റുമാനൂർ പിന്നീട് അവരുടെ ശക്തി കേന്ദ്രമായി മാറിയതാണ്. ആ വൈക്കത്ത് പോലും LDFന് കാലിടറി. കോട്ടയം ജില്ലയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല. കണ്ണൂരിലെയും കോഴിക്കോട്ടെയും CPMൻ്റെ കോട്ടക്കൊത്തളങ്ങൾ വീണു. പേരാമ്പ്രയിലും തളിപ്പറമ്പിലും പയ്യന്നൂരും ഏലത്തൂരുമൊക്കെ ഇടതുപക്ഷം വീഴണമെങ്കിൽ എത്ര ശക്തമായ കൊടുങ്കാറ്റായിരുന്നു അതെന്നോർക്കണം. പക്ഷേ ജനവിധി മനസ്സിലാക്കാൻ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇനിയും കഴിഞ്ഞിട്ടില്ല. അതിന് കാരണം ആ പാർട്ടിയെ കഴിഞ്ഞ 28 വർഷമായി പിണറായി വിജയൻ എന്ന ഒരു ഏകഛത്രാധിപതി ഹൈജാക്ക് ചെയ്തെടുത്തു എന്നതാണ്. പാർട്ടിക്ക് ഒരുപാട് മുകളിലേക്ക് വളർന്നുപോയി പിണറായി എന്ന വൻമരം. ആ മരത്തിൻ്റെ തണലിൽ പാർട്ടി മുരടിച്ചു പോയി. ആ മരം മുറിച്ചു കളയാൻ ധൈര്യം CPIM എന്ന തൊഴിലാളി പാർട്ടിക്ക് ഇല്ലാതെ പോയി. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും വലിയ പരാജയം സമ്മാനിച്ച ആ മുഖ്യമന്ത്രിയെ തന്നെ വീണ്ടും പാർട്ടി നേതൃത്വം ഏൽപ്പിക്കുമോ? 2011 മുതൽ 16 വരെ ഭരിക്കാൻ അവസരം കിട്ടിയ ഉമ്മൻചാണ്ടിക്ക് നേരെ ചൊവ്വെ നിൽക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. ഇടതും വലതും ഇരുന്ന് ഭൂരിപക്ഷമില്ലായ്മയെ മുതലെടുത്തുകൊണ്ട് 2 ഘടകകക്ഷികൾ ഉമ്മൻചാണ്ടിയുടെ ചെവി കടിച്ചു തിന്നുകൊണ്ടിരുന്നു. മറുഭാഗത്ത് CPIM പിണറായിയുടെ നേതൃത്വത്തിൽ കള്ളക്കഥകളുടെ കടൽ തന്നെ അഴിച്ചുവിട്ട് മുക്കിക്കൊല്ലാൻ ശ്രമിച്ചു. അതുകൊണ്ട് മാത്രമുണ്ടായ തോൽവി അംഗീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതൃസ്ഥാനം വേണ്ട എന്ന് വെച്ച് ഇറങ്ങിപ്പോവുകയായിരുന്നു ഉമ്മൻചാണ്ടി. പക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി CPMനെ സമ്മാനിച്ചിട്ടും പിണറായി വിജയൻ എന്ന അധികാര കൊതിയനെ തൻ്റെ ആർക്കും വേണ്ട ആസനം അധികാര കസേരയിൽ നിന്നും എടുക്കാൻ മടിയായതുകൊണ്ട് ഒരു നാണവുമില്ലാതെ ഏച്ചേച്ച് നടന്നു വന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലിരുന്നു. ജനം മുഴുവൻ തന്നെ വെറുക്കുന്നു എന്നറിഞ്ഞിട്ടും പാർട്ടി നേതാക്കൾ ഇറങ്ങിപ്പോടോ എന്ന് വിളിച്ചു പറഞ്ഞിട്ടും അവരെ ഭയപ്പെടുത്തുന്ന രൂപമായി പിണറായി ആ കസേരയിൽ ഇരുപ്പുറപ്പിച്ചു. വീടിൻ്റെ 2ാം നിലയിലേക്ക് കയറാനും ബസ്സിൻ്റെ പടി ചവിട്ടാനും ലക്ഷങ്ങൾ മുടക്കി ലിഫ്റ്റ് വെച്ച അഹങ്കാരിയായ ധാർഷ്ട്യക്കാരൻ പിണറായി വിജയൻ ഇന്നിപ്പോൾ ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു. എന്നിട്ടും ഇടയ്ക്കിടെ പരിസരബോധം മറന്ന് താൻ സർവാധികാരിയാണ്, തനിക്ക് ചുറ്റുമാണ് ഈ നാട് കറങ്ങുന്നത് എന്ന് ധരിച്ച് വശായി വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞ് ജനത്തിൻ്റെ കൂവൽ ഏറ്റുവാങ്ങുന്നു. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇടതും വലതും പരിചാരകരുണ്ടായിരുന്നു. ആ പരിചാരകർ വിമാനത്താവളത്തിൻ്റെ ബിസിനസ് ലോഞ്ചിൽ പോയിരിക്കുന്ന വിജയൻ എന്ന ധൂർത്തനെ സമയമാവുമ്പോൾ എടുത്തുകൊണ്ടുപോയി വിമാനത്തിലിരുത്തുമായിരുന്നു. പ്രതിപക്ഷ നേതാവായപ്പോൾ അവരതിന് മറന്നുപോയി. വിമാനം നഷ്ടമായി എളിഭ്യനായി കാത്തിരിക്കേണ്ടി വന്നു എന്നത് ചരിത്രത്തിൽ ബാക്കിപത്രമായി. അധികാര കസേര ആസനമൊഴിഞ്ഞു പോയിട്ടും അത് മനസ്സിലാക്കാതെ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും കൊടുമുടിയിൽ തന്നെ തുടരുകയാണ് വിജയൻ എന്ന് തെളിയിച്ചു ഇന്നലെ ഡൽഹിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരുടെ നെഞ്ചത്ത് കയറിയപ്പോൾ. അവർ അവരുടെ പണിയെടുക്കുകയാണ്. ഡൽഹിയിലുള്ള മാധ്യമപ്രവർത്തകർ ഡൽഹിയിലെത്തുന്ന പ്രതിപക്ഷ നേതാവിനെ കാണുന്നത് സ്വാഭാവികം. അവർ അടുത്തെത്തിയപ്പോൾ പൈശാചികമായൊരു മുഖത്തോടുകൂടി പൊട്ടിത്തെറിച്ചു. കുന്തവും തൂക്കി എൻ്റെ അടുത്ത് വരരുത്, വല്ലതും പറയാനുണ്ടെങ്കിൽ ഞാൻ വിളിക്കാമെന്ന്. ഇയാൾ ആരാണ് ഇങ്ങനെ ധാർഷ്ട്യം കാണിക്കാൻ?
ഖജനാവിനെ പണമെടുത്ത് കഴിഞ്ഞ് 10 വർഷം ദൂർത്തടിച്ച് ആഡംബര ജീവിതം നയിച്ച് ഉലകം ചുറ്റി ആഡംബര ഹോട്ടലുകളിൽ താമസിച്ച് എൻ്റെയും നിങ്ങളുടെയും നികുതി പണമെടുത്ത് അതുകൊണ്ട് കോടികൾ മുടക്കി അമേരിക്കയിൽ പോയി ചികിത്സിച്ച് ജീവിച്ചു സുഖിച്ചവൻ ഇന്നും നമ്മുടെ നികുതി പണത്തിൽ നിന്നും ശമ്പളം കൈപ്പറ്റാൻ ആ കസേരയിൽ ഇരിക്കുമ്പോൾ ജനങ്ങളുടെ പ്രതിനിധികളായി മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞാൽ മതിയാവൂ. അങ്ങനെ ഉത്തരം പറയാൻ കഴിയില്ലെങ്കിൽ ആ കസേരയിൽ നിന്നും ഇറങ്ങിപ്പോവണം. തോറ്റമ്പിയിട്ടും ഭരിക്കുന്ന സർക്കാരിനേക്കാൾ ജനങ്ങൾ ചീത്ത വിളിക്കുകയും കൂവിയൊടിക്കുകയും ചെയ്യുന്നത് ഈ അധികാര കേന്ദ്രത്തെയാണെങ്കിൽ എത്രമാത്രം ധാർഷ്ട്യം ഇപ്പോഴും ഈ മനുഷ്യനിൽ ബാക്കിയാവുന്നു എന്നാലോചിക്കുക. എന്തൊരു അഹങ്കാരത്തോടു കൂടിയാണ് പിണറായി വിജയൻ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് മാധ്യമപ്രവർത്തകരോട് താല്പര്യമില്ല എന്നത് വാസ്തവമാണെങ്കിലും വിജയൻ എങ്ങനെയൊക്കെ പറയുമ്പോൾ ജനം അവരെ പിന്തുണയ്ക്കുന്നത് വെറുതെയല്ല. തോൽവി കഴിഞ്ഞ് 2 മാസം പിന്നിട്ടിട്ടും ഒരു കാര്യത്തിലും തീരുമാനമുണ്ടാക്കാൻ കഴിയുന്നില്ല. വിഴിഞ്ഞം പദ്ധതിയെ അനുകൂലിക്കണോ എതിർക്കണോ എന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഐക്യത്തിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയൻ പറയുന്നതല്ല ഗോവിന്ദൻ പറയുന്നത്, ഗോവിന്ദനും പിണറായി വിജയനും പറയുന്നതല്ല ദേശാഭിമാനി പറയുന്നത്. ഒടുവിൽ ദേശാഭിമാനിയെ തിരുത്തി പാർട്ടിയെ തിരുത്തി രംഗത്ത് വരുമ്പോൾ കണ്ണൂരിലെ നേതാക്കളായ ശ്രീമതി ടീച്ചറും ശൈലജ ടീച്ചറും ഇവരെ തിരുത്തുന്നു. ദിവ്യ എസ് അയ്യരെ MD സ്ഥാനത്തുനിന്ന് മാറ്റിയത് വല്ലാത്ത മോശമായി പോയി എന്ന് KK രാഗേഷ് പ്രഖ്യാപിക്കുമ്പോൾ പോയി പണി നോക്കൂ എന്ന് കണ്ണൂരിലെ ശൈലജയും കണ്ണൂരിലെ PK ശ്രീമതിയും പറയുന്നു. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് നിങ്ങൾ UDFന്റെ തലയിലേക്ക് ഇട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞ് EP ജയരാജൻ ബഹളം വയ്ക്കുന്നു. TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനുമൊക്കെ പാർട്ടിയിലേക്ക് തിരിച്ചു വരണമെന്ന് പറയുമ്പോൾ അവർ വർഗവഞ്ചകരാണ്, അവർ വെയിലത്ത് നിൽക്കട്ടെ എന്ന് ഗോവിന്ദൻ മാഷ് പറയുന്നു. പാർട്ടിക്കാർക്ക് പരസ്പരം ഒരു വിഷയത്തിലും ധാരണയിലെത്താൻ കഴിയുന്നില്ല. കാരണം പാർട്ടിയേക്കാൾ വളർന്നു പന്തലിച്ച ധൂർത്തനായ ധാർഷ്ട്യക്കാരനായ പിണറായി വിജയൻ അവിടെ ഇപ്പോഴും പന്തലിച്ചു നിൽക്കുന്നു. ഈ പാർട്ടിയുടെ ഗതികേടെന്ന് ആലോചിച്ചു നോക്കൂ. ഈ മുഖം ഇവിടെ തുടരുന്നിടത്തോളം കാലം ഈ പാർട്ടിയെ രക്ഷിച്ചെടുക്കാൻ ഒരു കുഞ്ഞിനും സാധ്യമല്ല. പിണറായി വിജയൻ ഇറങ്ങിപ്പോയാൽ മാത്രമേ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി പച്ചതൊടൂ. അയാൾ ചെയ്ത കുറ്റത്തിൻ്റെ ഉത്തരവാദിത്തമെല്ലാം ഏറ്റെടുത്ത് സ്വയം ജയിലിലേക്ക് പോയാൽ ഈ പാർട്ടിക്ക് ഇനി പതിയെ കിളിർത്തു വരാം. അല്ലെങ്കിൽ CPIM എന്ന രാഷ്ട്രീയ പാർട്ടി പിണറായി വിജയൻ എന്ന പൈശാചിക ചിന്താഗതിക്കാരനായ രാഷ്ട്രീയക്കാരൻ്റെ ചിന്തകൾക്കും വാക്കുകൾക്കും കീഴെ വെയിലേറ്റ് വാടി കരിഞ്ഞു പോകും.